ഞാൻ പറയണത് എന്താ വെച്ചാൽ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ കേൾക്കണം. FR ഏട്ടൻ പറയണത് എന്താ വെച്ചാൽ എന്തെല്ലാം അപകടങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഇല്ലേ? വാഹനാപകടങ്ങൾ, ഈ വണ്ടിയും കൂട്ടിമുട്ടാന്നുള്ള സംഭവമല്ലേ? എന്താ ചിരിക്കണെന്താ? ഞാൻ വണ്ടി തന്നെയല്ലേ പറഞ്ഞത്? അക്ഷരം മാറിയ എവിടെ തന്നോട് ചോദിച്ചു? അക്ഷരം മാറിയ വെറുതെ ആവശ്യമില്ലാതെ ചിരിക്കരുത്, മനസ്സിലായില്ല? ആവശ്യമില്ലാതെ ചിരിക്കരുത്. ഞാനിവിടെ വെള്ളടിച്ചിട്ട് ഇവിടെ റൂമിൽ ഇരിക്കുക, നിങ്ങൾ നിങ്ങളെ ക്യാമറ ആയിട്ട് വന്നിട്ട് FR ഏട്ടൻ്റെ ജീവിതം പകർത്തണമെന്ന് വെച്ചാൽ പിന്നെ ചിരിക്കാൻ പാടില്ല. ഞാൻ കാര്യങ്ങൾ എൻ്റെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ ചിരിക്കാൻ പാടില്ല. ഓക്കെ? അണ്ടർസ്റ്റാൻഡ്? അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ പൊന്നാർ സുഹൃത്തുക്കളെ, ഇവിടെ എന്തെല്ലാം ശാസ്ത്രജ്ഞന്മാർ പഠിച്ചു വരാറുണ്ട്. ഈ വണ്ടിയും കൂട്ടിമുട്ടാതിരിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. അവരുടെ ഉള്ളിൽ തട്ടിയിട്ട് വരുന്നുണ്ട്, വേദനോട്ടോ വരുന്നുണ്ട്, ഉള്ളിൽ വേദനോട്ടോ വരുന്നുണ്ട്. നമ്മളിഷ്ടപ്പെട്ട എത്ര ആളുകൾ വാഹനാപകടത്തിന് നഷ്ടപ്പെട്ടു പോയി, നമുക്ക് തിരിച്ചു വരുവാനൊക്കെ എത്ര കലാകാരന്മാർ നമ്മളെ വിട്ടുപോയി. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആളുകൾ പോയില്ലേ, വണ്ടി തട്ടി പോയില്ലേ? വണ്ടിയും കൂടി കൂട്ടിമുട്ടാതിരിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. FR ഏട്ടന് കുറേ വയസ്സായി, ഇനിയിപ്പോൾ ഈ 4 ചുവരിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജീവിതം കഴിച്ചു വിട്ടിട്ട് പറ്റുള്ളൂ. അതായത് കണ്ടുപിടിക്കാനുള്ള ശക്തിയൊന്നും FR ഏട്ടനില്ല. ഉള്ളത് വെള്ളമടിച്ച് കഴിഞ്ഞ് FR ഏട്ടൻ വെള്ളമടിക്കാതെ ശാരീരികത്തിന് ഹാനികരെന്ന് FR ഏട്ടൻ പറയുന്നുണ്ട്. FR ഏട്ടൻ അങ്ങനെ ആയിപ്പോയി. ഇനി വളർന്നു വരുന്ന തലമുറ വെള്ളമടിക്കണ്ട, പ്രശ്നമാക്കണ്ട, നല്ല രീതിയിൽ ജീവിച്ചോളി. FR ഏട്ടനെ പോലുള്ള പ്രായമുള്ള ആളുകൾ വെള്ളമടിച്ച് ഇങ്ങനെ ജീവിച്ചു പോകോളാം. അത് സന്തോഷിക്കാനൊന്നുമല്ല, അതങ്ങനെ ആയിപ്പോയി. ഞാൻ പറയുന്നത് വണ്ടിയും കൂട്ടിമുട്ടാതിരിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം. ഒരാളവിടെ ഒരു ഹോട്ടൽ തുടങ്ങിയാൽ അതേമാതിരിക്ക് അപ്പോഴത്തെ ഒരു ഹോട്ടൽ കണ്ടുപിടിക്കുകയല്ല. അല്ലെങ്കിൽ 2Kയിലെ പിള്ളേർ എന്ത് കണ്ടുപിടിച്ചു എന്ന് പല ആളുകളും പറയാൻ തുടങ്ങി. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ പഠിച്ചു വരുന്ന ശാസ്ത്രജ്ഞന്മാരോട് പറയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് ഇരുമ്പും വാഹനത്തിൻ്റെ ഇരുമ്പാണ്, മറ്റേത് കൂട്ടിമുട്ട എന്തെങ്കിലും ചെയ്യാമെന്ന വിഷയമല്ല. നോട്ട് പ്രോബ്ലം. ഞാൻ പറയുന്നത് നിങ്ങൾ FR ഏട്ടൻ്റെ സ്നേഹമുള്ള മക്കളോട് ഞാൻ പറയണ ശാസ്ത്രജ്ഞന്മാരെ, നിങ്ങൾ വണ്ടി കൂട്ടിമുട്ടാതിരിക്കാനുള്ള എന്തെങ്കിലും, കൂട്ടിമുട്ടുമ്പോൾ വണ്ടി ഓഫായി പോകണം. ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഇത്തരത്തിൽ കലാകാരന്മാർ ആളുകൾ മരിച്ചു പോകുന്നുണ്ട്, നമ്മളെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുന്നുണ്ട് അല്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കുകയാണ്, പ്രശ്നമല്ലേ? വണ്ടിയും കൂട്ടിമുട്ടിക്കാണ്ട് പല പ്രശ്നങ്ങളും മരിച്ചു പോകുന്നുണ്ട് അല്ലേ? അപ്പോൾ അതാണ് FR ഏട്ടൻ്റെ മക്കളെ, നിങ്ങളോട് ഞാൻ പറയണ എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങളൊന്ന് കണ്ടെത്തി തരണം പ്ലീസ്.